ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പെക്റ്റഡ് സിലബസ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ ഓഫ് സിലബസ് ഓഫ് വാട്ടർ അതോറിറ്റി ഓസെ ഗ്രേഡ് 3 ആണ്. ഇത് തന്നെ ആവണമെന്നൊരു നിർബന്ധമില്ല. പക്ഷേ 50-50 വെയിറ്റേജ് ആയിരിക്കും സിവിലിനും മെക്കാനിക്കലും. ഓൾമോസ്റ്റ് ഈ പോർഷൻസ് ഒക്കെ തന്നെയായിരിക്കും. നമ്മൾ കഴിഞ്ഞ എക്സാമിനും നമുക്ക് പർട്ടിക്കുലർലി ഒരു സിലബസ് ഉണ്ടായിരുന്നില്ല വാട്ടർ അതോറിറ്റി ഓസെ ഗ്രേഡ് 3 എക്സാമിന്. സോ ഈ എക്സാമിന് എന്തായാലും സിലബസ് വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു 90%. പക്ഷേ നമുക്ക് സിലബസ് വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്, നമുക്ക് എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞിട്ട് മാത്രമാണ് PSC സിലബസ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വളരെ മണ്ടത്തരമായിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മളൊരു എക്സ്പെക്റ്റഡ് സിലബസ് വെച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എൻട്രിയുടെ കോഴ്സും ഈ ഒരു സിലബസിന് ബേസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഇനി എന്തെങ്കിലും മാറ്റം ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ എക്സാമിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് അപ്ഡേറ്റ് ചെയ്ത് ആ ഒരു എക്സാമിൻ്റെ സിലബസ് വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇൻ എ ഷോർട്ട് സ്പാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ആണ് ആദ്യം ഉള്ളത്. അതിനകത്ത് നമുക്ക് മെക്കാനിക്കലിൻ്റെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ആണ്. പക്ഷേ ഇത് മെക്കാനിക്കലിന് എക്സ്ക്ലൂസീവ് എന്ന് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ബേസിക് ഫിസിക്സ് ആണ് ഇതിനകത്തുള്ളത്. യൂണിറ്റ്സ് ബ്രിട്ടീഷ് MKS SI യൂണിറ്റ്, അതിൻ്റെ കൺവേർഷൻ, ലെങ്ത്, ഏരിയ, വോളിയം, മാസ് ആൻഡ് ടൈപ്പ്. മാസ് എന്താണ്, വെയിറ്റ്, ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, determination of sides and area of triangle, polygon, circle, segment, sections, surface area and volume of cube, cylinder, prism, pyramid, cone, sphere, Simpson's rule, application, area of helix, simple problems. ഇതൊക്കെ നമുക്ക് ബേസിക് ഫിസിക്സ് ആയതുകൊണ്ട് സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റും. പിന്നെ മെഷീൻ ടൂൾസ് ആണ്, സേഫ്റ്റി പ്രിക്കോഷൻസ്, സ്റ്റഡി ഓഫ് പാർട്സ്, വർക്കിംഗ് ഡിഫറെൻറ്റ് ഓപ്പറേഷൻ ആൻഡ് ലേത്ത്, മില്ലിംഗ് മെഷീൻ, ഷേപ്പിംഗ് മെഷീൻ, സ്ലോട്ടിംഗ് മെഷീൻ, പ്ലാനിംഗ് മെഷീൻ, വേരിയസ് അറ്റാച്ച്മെൻറ്റ്, ക്വിക്ക് റിട്ടേൺ മെക്കാനിസംസ്. ദെൻ IC എൻജിൻസിനകത്ത് IC എൻജിൻ്റെ പാർട്ട് 2 stroke ആൻഡ് 4 stroke എൻജിൻസ്, പെട്രോൾ ആൻഡ് ഡീസൽ എൻജിൻസ്, അതിൻ്റെ കമ്പണൻസ് ലൈക്ക് കാർബറേറ്റർ, ഫ്യൂവൽ ഇഞ്ചക്ടർ, ഫ്യൂവൽ പമ്പ്, ബെയറിംഗ് മെറ്റീരിയൽസ്, ബെയറിംഗ് ക്ലാസിഫിക്കേഷൻ, ഫ്രിക്ഷണൽ ആൻഡ് ആൻറ്റി ഫ്രിക്ഷണൽ ബെയറിംഗ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. പിന്നെ നമുക്ക് ബെൽറ്റ്, ഗിയർ ആൻഡ് ചെയിൻ ഡ്രൈവ് ആണ്. ബെൽറ്റ് മെറ്റീരിയൽസ്, ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, സ്പെസിഫിക്കേഷൻ, നമ്പർ കോഡിംഗ്, ബെൽറ്റ് പവർ, ബെൽറ്റ് സ്പീഡ്, സ്ലിപ്പ്, creep, velocity ratio, pulley ratio, V belt, number of belt, then gear materials, type of gear drive, velocity ratio, nomenclature of gears, type of gear, application, classification of chain drive, power transmission, positive drive, cams, type of cam, function of cam, industrial application, type of followers, kind of motion, displacement diagram, terms used. ഇത്രയുമാണ്. ഇതൊക്കെ മെക്കാനിക്കലിൻ്റെ പോർഷനാണ്. അതുപോലെ തന്നെ നമുക്ക് മെഷീൻ ഡ്രോയിങ്ങിനകത്ത് സ്ക്രൂ ത്രെഡ്, നോമൻക്ലേച്ചർ, nuts, bolt, washers, BIS conventions, cotter and pin joints, riveted joints, welded joints, pulleys, bearings, machine parts, engine parts, valves, cam and followers, jig and fixtures, couplings, pipe joints, pipe layout, surface texture, limit, fits and tolerances. ഇത്രയുമാണ് നമുക്ക് മെഷീൻ ഡ്രോയിങ്ങിനകത്തുള്ളത്. ദെൻ ജോമെട്രിക്കൽ ഡ്രോയിങ് ആൻഡ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിനകത്ത് വരെ ഇത് എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ പറ്റും, മെക്കനും സിവിലിനും. ഗ്രാഫിക് ലാംഗ്വേജ്, ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്, ടൈപ്പ് ഓഫ് ലൈൻ, മെത്തഡ് ഓഫ് ലെറ്ററിങ്, ഡൈമെൻഷനിങ്, അതുപോലെ തന്നെ നമുക്ക് സ്കെയിൽസ് വരും. ദെൻ BIS കോഡ് പ്രകാരമുള്ള സ്കെയിൽസിൻ്റെ റെക്കമെൻഡേഷൻസ്, ദെൻ പ്ലെയിൻ ജോമെട്രിക്കൽ ഫിഗേഴ്സ് ഉണ്ട്, കോണിക് സെക്ഷൻ, എലിപ്സ്, പരാബോള, ഹൈപ്പർബോള, അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ, മിസലേനിയസ് കർവ്സ്, ഇൻവല്യൂട്ട്, സൈക്ലോയിഡ്, ഹെലിക്സ്, സ്പൈറൽ. ദെൻ പ്രൊജക്ഷൻസ് വരും. അതിനകത്ത് പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻ, ഫസ്റ്റ് ആൻഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ, പോയിൻ്റ് ഉണ്ട്, ലൈൻസ് ആൻഡ് പ്ലെയിൻസ്, ലാമിന, സോളിഡ്സ്, ട്രൂ ഷേപ്പ്, സെക്ഷൻ ഓഫ് സോളിഡ്സ്, ഇൻ്റർസെക്ഷൻ ഓഫ് സർഫസസ്, ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസസ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ഒബ്ലിക് പ്രൊജക്ഷൻ, ഐസോമെട്രിക് പ്രൊജക്ഷൻ, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. അപ്പോൾ പ്രൊജക്ഷൻ തന്നെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് പ്രാക്ടീസ് ഓൺ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. ഇതിനകത്ത് AutoCAD ആണ് കൂടുതലായിട്ടുള്ള കമാൻഡ്സ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഷോർട്ട് കട്ട് കീസ്, ഏറ്റവും കൂടുതൽ ഫംഗ്ഷൻ കീസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ AutoCADൻ്റെ നോർമൽ സിലബസ് തന്നെയാണുള്ളത്. പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സിവിലിൻ്റെ ആണ്. അതിനകത്ത് നമുക്ക് വരിക ബിൽഡിംഗ് മെറ്റീരിയൽസ്, പാർട്സ് ഓഫ് എ ബിൽഡിംഗ് വരും, ബ്രിക്ക് മേസണറി, ബോണ്ട്, RCC കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിമിയുടെ ബുക്കിനകത്ത് RCCയുടെ ചാപ്റ്റർ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കംപ്ലീറ്റ് പഠിച്ചിരിക്കണം. നമുക്ക് RCC കഴിഞ്ഞ പ്രാവശ്യം തന്നെ 4 ക്വസ്റ്റ്യൻസ് RCCയിൽ നിന്ന് മാത്രം എക്സ്ക്ലൂസീവ്ലി ചോദിച്ചിരുന്നു. അപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനകത്ത് ഞാൻ ഓൾറെഡി അനാലിസിസ് പറഞ്ഞാണ്. അതിനകത്ത് നമുക്ക് RCC മാത്രം 4 ക്വസ്റ്റ്യൻസ് വന്നിരുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ആർച്ചസ് എടുക്കുകയാണെങ്കിൽ ആർച്ചസിൻ്റെ ടെക്നിക്കൽ ടേംസ്, പിന്നെ ഡോർ ഉണ്ട്, വിൻഡോ, വെന്റിലേറ്റേഴ്സ്, ദെൻ റൂഫ് ഉണ്ട്, ദെൻ എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ഉണ്ട്. എസ്റ്റിമേഷൻ കോസ്റ്റിങ്ങിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കണം. വാല്യുവേഷനൊക്കെ വായിച്ച് പഠിക്കുന്നതാണ് നല്ലത്. നിമിയുടെ ബുക്ക് പ്രകാരം പഠിക്കുക. ദെൻ റോഡും ഇറിഗേഷനും നമ്മുടെ നിമിയുടെ ബുക്ക് മാത്രം പഠിച്ചാൽ മതിയാവും. ബാക്കിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ദെൻ നമുക്ക് കൾവേർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ കൂടുതൽ വരും. വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് സിവിലിൻ്റെ നോക്കുവാണെങ്കിൽ സിവിലിൻ്റെ അകത്ത് നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഹുക്സ് ലോ,
അതുപോലെ തന്നെ സ്ട്രെസ്സ്, ബ്രേക്കിംഗ് സ്ട്രെസ്സ്, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോഡ്, സപ്പോർട്ട്, ബെൻഡിങ് മൊമെൻറ്റ്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, അത് കാൻഡിലിവർ, സിംപ്ലി സപ്പോർട്ടഡ് ബീംസിന്, ദെൻ ബെൻഡിങ് സ്ട്രെസ്സ്. പിന്നെ സർവേയിങ് എടുക്കുവാണെങ്കിൽ നമുക്ക് ചെയിൻ സർവേയിങ് ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ തന്നെ നമുക്ക് ഫീൽഡ് ബുക്ക്, പ്ലെയിൻ ടേബിൾ സർവേയിങ്, കോമ്പസ് സർവേയിങ്, പ്ലാനിമീറ്റർ, പെൻഡാഗ്രാഫ്, ലെവലിങ്, അതുപോലെ തന്നെ നമുക്ക് ഡിഫറൻഷ്യൽ ലെവലിംഗ് ഉണ്ട്, പ്ലെയിൻ ലെവലിംഗ് ഉണ്ട്, ദെൻ പ്ലോട്ടിംഗ്, കോണ്ടൂർ ഉണ്ട്, എർത്ത് വർക്ക് കമ്പ്യൂട്ടേഷൻ ഉണ്ട്, പ്ലാനിമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ കോമ്പസ് സർവേയിങ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, കേർവ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സർവേയിങ്ങിൽ സിലബസിനകത്തുള്ളത്. ദെൻ അത്രയാണ് നമ്മുടെ സിലബസ് പ്രകാരമുള്ളത്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി 12 സബ്ജക്ട്സ് 12 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 12 സബ്ജക്ട്സ് ആണ് നമുക്കുള്ളത്. അപ്പം ഈ ഒരു വെയിറ്റേജ് അനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട്സിൻ്റെ ഒരു ഏകദേശം ഏതൊക്കെയാണ് ടോപ്പിക്സ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ പറഞ്ഞത്. മാത്രമല്ല നമ്മുടെ എൻട്രിയിലെ ഗോൾഡ് ബാച്ചസും നോർമൽ ബാച്ചസും ഈ ഒരു സിലബസിന് ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സസ് പോകുന്നത്. ഒരു 80% ടോപ്പിക്സ് ഇത് തന്നെയായിരിക്കും, ഓൾമോസ്റ്റ് 90% ഇത് തന്നെയായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി 10% എന്തെങ്കിലും മാറ്റം നമ്മുടെ സിലബസിൽ വരുന്നത് വിൽ അപ്ഡേറ്റ് യു ആസ് സൂൺ ആസ് എ സിലബസ് ഇസ് പബ്ലിഷ്ഡ്. അപ്പം ഇത് പ്രകാരം ഇപ്പോൾ പഠിച്ചു തുടങ്ങുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബിൽഡിംഗ് മെറ്റീരിയലും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും സർവേയിങ്ങും വേണം നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങാനായിട്ട്. അതിന് വെയിറ്റേജ് കൊടുക്കുക. പിന്നെ സിവിലുകാർ മെക്കാനിക്കലിൻ്റെ പോർഷൻസ് മനസ്സിലാക്കി ക്ലാസ്സസ് കണ്ട് നോട്ട്സ് എഴുതി ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിലാക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസും അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു എക്സാമിനെ കുറിച്ച് നമ്മൾ വെബിനാർസും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇതെല്ലാം അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.